ഹായ് ഫ്രണ്ട്സ്, PSC ലേണിംഗ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂലൈ 18-ന് നടക്കാനിരിക്കുന്ന കമ്പനി ബോർഡ് LGS പരീക്ഷയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പരിശീലന ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ ഭൂമിശാസ്ത്രം എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് PSC 2021 മുതൽ 2025 വരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും SCERT അനുബന്ധ വസ്തുതകളുമാണ് പഠിക്കുന്നത്. ഇതൊരു റിവിഷൻ ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്: സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏത്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തിക ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഫക്രാനങ്കൽ. ഓപ്ഷൻ ബി ഫക്രാനങ്കലാണ് ഉത്തരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ഫക്രാനങ്കൽ. ഇന്ത്യയിലെ ഉയരം കൂടിയ രണ്ടാമത്തെ അണക്കെട്ടാണ്. അതുമാത്രമല്ല, ഫക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി സത്ലജ് നദിയാണ്. സത്ലജ് നദിയിലാണ് ഫക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന തടാകം ഗോവിന്ദസാഗർ ആണ്. ഗോവിന്ദസാഗർ തടാകത്തിലാണ് ഫക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഫക്രാനങ്കൽ അണക്കെട്ടിന്റെ പ്രയോജനങ്ങൾ ലഭിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഹിമാചൽ, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളാണ്. ഓക്കെ ആണല്ലോ. അടുത്ത രണ്ടാമത്തെ ചോദ്യം: റൂർക്കേല ഇരുമ്പുരുക്ക് ശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏത്? റൂർക്കേല ഇരുമ്പുരുക്ക് ശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ജർമ്മനി. ഓപ്ഷൻ എ ജർമ്മനിയാണ് ഉത്തരം. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ നമുക്കറിയാം. ദുർഗാപൂർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. സഹകരിച്ച രാജ്യം ബ്രിട്ടനാണ്. റൂർക്കേല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷയാണ്. സഹകരിച്ച രാജ്യം അഥവാ സഹായം നൽകിയ രാജ്യം ജർമ്മനിയാണ്. ഭിലായി ഇരുമ്പുരുക്ക് ശാല ഛത്തീസ്ഗഡിലാണ്. റഷ്യയാണ് സഹായം നൽകിയിരിക്കുന്നത്. ബൊക്കാറോ ജാർഖണ്ഡിലാണ്. റഷ്യയാണ് സഹായം നൽകിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം: ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഹിമാലയൻ പർവ്വതനിരകളെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന ശ്രദ്ധിക്കാം. ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രിയാണ്. ശരിയാണ്. ഹിമാദ്രിയാണ് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര. ഹിമാദ്രിയെ ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഹിമാദ്രി എന്താണ്? ഹിമാലയത്തിന്റെ നട്ടെല്ലാണ്. അതുപോലെ തന്നെ ഹിമാലയത്തിന്റെ ഏറ്റവും വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഹിമാദ്രി. ഇന്നർ ഹിമാലയം എന്നറിയപ്പെടുന്നതും ഹിമാദ്രിയാണ്. ഗ്രേറ്റർ ഹിമാലയം എന്നറിയപ്പെടുന്നതും ഹിമാദ്രിയാണ്. അതുപോലെ തന്നെ ഗംഗ, യമുന തുടങ്ങിയ നദികളുടെ ഉത്ഭവസ്ഥാനവും ഹിമാദ്രിയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? ഹിമാദ്രിയിലാണ്. അടുത്തത് നോക്കിക്കേ. രണ്ടാമത്തെ പ്രസ്താവന: ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് തെറ്റായ പ്രസ്താവനയാണ്. മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. നേപ്പാളിൽ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്നത് സാഗർമാത എന്ന പേരിലാണ്. ടിബറ്റിൽ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്നത് ചൊമോ ലുക്മ എന്ന പേരിലാണ്. അടുത്തത് നോക്കാം. മൂന്നാമത്തെ പ്രസ്താവന: സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികളെന്ന് അറിയപ്പെടുന്നു. ശരിയായ പ്രസ്താവനയാണ് അല്ലേ? ഹിമാലയൻ നദികൾ ഏതൊക്കെയാണെന്നാണ് അറിയപ്പെടുന്നത്? സിന്ധുവും ഗംഗയും ബ്രഹ്മപുത്രയും ഹിമാലയൻ നദികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനയാണ്. 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. ഓപ്ഷൻ സി ആണ് കറുപ്പിക്കേണ്ടത്. 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. നാലാമത്തെ ചോദ്യം നോക്കാം.
ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു. ശരിയാണ്. ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു. ശരിയാണ്. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു. ശരിയാണ്. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായതാണ് കണ്ടെത്തേണ്ടത്. തന്നിട്ടുള്ള 3 പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് കറുപ്പിക്കേണ്ടത്. എല്ലാം ശരിയാണ് എന്നതാണ് ഉത്തരം. നമുക്കറിയാം, ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളിലെ, അയൽ രാജ്യങ്ങളിലെ ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം മാലിദ്വീപ് ആണെന്നും ഓർത്തിരിക്കുക. ഇനി അയൽ രാജ്യങ്ങളും നമ്മൾ പറഞ്ഞു 7 രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ അതിർത്തി പങ്കിടുന്നതെന്ന് പറഞ്ഞു. അതെ, ഏതൊക്കെയാണ്? ബംഗ്ലാദേശ്, ചൈന, പാകിസ്ഥാൻ, നേപ്പാൾ, മ്യാൻമാർ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ. അതിൽ ബംഗ്ലാദേശുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നത്. 4096.7 കിലോമീറ്റർ ആണ് കര അതിർത്തിയുടെ ദൂരമെന്ന് പറയുന്നത് ബംഗ്ലാദേശുമായിട്ട്. അഫ്ഗാനിസ്ഥാനുമായിട്ട് 106 കിലോമീറ്റർ ആണ് അതിർത്തി പങ്കിടുന്നത്. അപ്പം ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനുമായിട്ടാണെന്ന് ഓർത്തിരിക്കുക. പിന്നീട് നമുക്കറിയാം, സമുദ്ര അതിർത്തി ശ്രീലങ്കയും മാലിദ്വീപുമായിട്ടാണ് ഇടുന്നതെന്നും ഓർത്തിരിക്കുക. ഇനി 3 വശവും 3 വിദേശ രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഏതൊക്കെയാണ്? സിക്കിം ഉണ്ട്, പശ്ചിമ ബംഗാൾ ഉണ്ട്, അരുണാചൽ പ്രദേശ് ഉണ്ട്, ലഡാക്ക് ഉണ്ട്. അതുപോലെ തന്നെ അറബിക്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാട്, കേരളം, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ എന്നിവയാണെന്നും ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖ അറിയപ്പെടുന്നത് റാഡ്ക്ലിഫ് ലൈൻ എന്ന പേരിലാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖ അറിയപ്പെടുന്നത് റാഡ്ക്ലിഫ് ലൈൻ എന്ന പേരിലാണ്. ഇനി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി രേഖ മക്മോഗൻ രേഖ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖ ഡ്യൂറന്റ് രേഖ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള അതിർത്തി രേഖ പാക് കടലിടുക്കാണ്. ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള അതിർത്തി രേഖ 8 ഡിഗ്രി ചാനലാണ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ തീൻബഗ കോറിഡോർ ആണ് അതിർത്തി രേഖ. ഇന്ത്യയും ചൈനയും മ്യാൻമാറും തമ്മിലുള്ള അതിർത്തി രേഖയാണ് ഹകാപ്പോ റാസി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. നമുക്ക് നോക്കാം. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ. ശരിയാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമാൻഡൽ തീരം. തെറ്റാണ്. സുന്ദരവനം പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം. ശരിയാണ്. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ തീരപ്രദേശവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. 2ാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. ഓപ്ഷൻ ബി ആണ് കറുപ്പിക്കേണ്ടത്. 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം. ഇന്ത്യയുടെ തീരപ്രദേശം വ്യാപിച്ചിരിക്കുന്നത് നമുക്കറിയാം. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം, അതായത് സുന്ദർബൻ ഡെൽറ്റ വരെയാണ് ഇന്ത്യയുടെ തീരപ്രദേശം വ്യാപിച്ചിരിക്കുന്നത്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ സുന്ദർബൻ ഡെൽറ്റ വരെയുള്ളതാണ് ഇന്ത്യയുടെ തീരപ്രദേശം എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് നമ്മൾ പറഞ്ഞ സുന്ദർബൻ ഡെൽറ്റ അഥവാ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ എന്ന് പറയുന്നത്. ആ മേഖലയിലാണ് ഏറ്റവും നല്ല മണ്ണുള്ള മേഖല. അതുകൊണ്ട് തന്നെ അവിടെ നല്ല കാർഷിക വിളകൾ നല്ല രീതിയിൽ ഉണ്ടാകും. നെല്ലാണ് അവിടുത്തെ പ്രധാന കാർഷിക വിള. ഇനി ഇന്ത്യൻ തീരപ്രദേശത്തെ 2ആയിട്ടാണ് നമ്മൾ തരംതിരിച്ചിട്ടുള്ളത്. കിഴക്കൻ തീരപ്രദേശമെന്നും പടിഞ്ഞാറൻ തീരപ്രദേശമെന്നും. കിഴക്കൻ തീരപ്രദേശം എന്ന് പറഞ്ഞാൽ വടക്കുകിഴക്കൻ മൺസൂണിന്റെ പ്രഭാവം കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന തീരപ്രദേശമാണ് കിഴക്കൻ തീരപ്രദേശം. അതായത് വടക്ക് ഗംഗാ ഡെൽറ്റ പ്രദേശം മുതൽ തെക്ക് കന്യാകുമാരി വരെയാണ് കിഴക്കൻ തീരപ്രദേശം. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികളുടെ ഡെൽറ്റകൾ ഉൾപ്പെടുന്നത് ഈ തീരപ്രദേശത്താണ്. ഈ കിഴക്കൻ തീരസമതലത്തിലെ പ്രധാന കൃഷി എന്ന് പറയുന്നത് നെല്ലാണ്. ഇനി നോക്കിക്കേ, ഈ കിഴക്കൻ തീരപ്രദേശത്തെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്?
കോറമാൻഡൽ തീരമെന്നും വടക്കൻ സിർക്കാസസും. നമ്മൾ രണ്ടാമത്തെ പ്രസ്താവനയിൽ കണ്ടോ, പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമാൻഡൽ തീരം. ഇത് തെറ്റായ പ്രസ്താവനയാണെന്ന് പറഞ്ഞു. തെറ്റാൻ കാരണം എന്താണ്? കോറമാൻഡൽ തീരം എവിടെയാണ്? കിഴക്കൻ തീരപ്രദേശത്താണ്. പടിഞ്ഞാറൻ തീരപ്രദേശത്തല്ല, കിഴക്കൻ തീരപ്രദേശത്താണ് കോറമാൻഡൽ തീരവും വടക്കൻ സിർക്കാസസ്. അങ്ങനെ രണ്ടായിട്ടാണ് ഇതിനെ തിരിച്ചിട്ടുള്ളത്. കോറമാൻഡൽ തീരം എന്ന് പറഞ്ഞാൽ എന്താണ്? തമിഴ്നാട് തീരവും ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരവും കൂടെ ഉൾപ്പെടുന്ന തീരപ്രദേശത്തിനെയാണ് കോറമാൻഡൽ തീരം എന്ന് പറയുന്നത്. ഇനി കോറമാൻഡൽ തീരത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മണ്ണെന്ന് പറഞ്ഞാൽ എക്കൽ മണ്ണാണ്. കൃഷ്ണ കാവേരി നദികളുടെ തെക്കുള്ള ഇന്ത്യൻ കിഴക്കൻ തീരസമതലം അറിയപ്പെടുന്നതാണ് കോറമാൻഡൽ തീരസമതലം എന്നത്. അതുപോലെ ഞാൻ പറഞ്ഞു വടക്കൻ സിർക്കാസസ് എന്ന്. എന്താ വടക്കൻ സിർക്കാസ്? ഒഡീഷയുടെ തീരപ്രദേശം അറിയപ്പെടുന്നതാണ് എന്ത്? വടക്കൻ സിർക്കാസ്. അതായത് ആന്ധ്രാപ്രദേശിന്റെ വടക്കൻ തീരവും ഒഡീഷയുടെ തീരവും പശ്ചിമ ബംഗാൾ തീരപ്രദേശവും ഉൾപ്പെട്ട് വരുന്നതാണ് വടക്കൻ സിർക്കാസസ്. ഈ വടക്കൻ സിർക്കാസസിലുള്ള പ്രധാനപ്പെട്ട തുറമുഖം എന്ന് പറയുന്നത് വിശാഖപട്ടണമാണ്. വിശാഖപട്ടണം. ഇനി നമ്മൾ പറഞ്ഞു ഇന്ത്യൻ തീരപ്രദേശത്തെ കിഴക്കൻ തീരപ്രദേശമെന്നും പടിഞ്ഞാറൻ തീരപ്രദേശമെന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്ന്. അതിൽ കിഴക്കൻ തീരപ്രദേശത്തെ പറ്റി ഓവറോൾ പറഞ്ഞു. ഇനി പടിഞ്ഞാറൻ തീരപ്രദേശം എന്താണ്? റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്നതാണ് എന്ത്? പടിഞ്ഞാറൻ തീരസമതലം. പശ്ചിമഘട്ടത്തിനും അറബിക്കടലിന്റെയും ഇടയിലാണ് പടിഞ്ഞാറൻ തീരസമതലം. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ പ്രഭാവം കൂടുതലായി കാണപ്പെടുന്നതാണ് പടിഞ്ഞാറൻ തീരസമതലം. ഇനി പടിഞ്ഞാറൻ തീരസമതലത്തിലുള്ള പ്രധാനപ്പെട്ട കാർഷിക വിളകൾ എന്ന് പറഞ്ഞാൽ നെല്ലും തെങ്ങുമാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. കിഴക്കൻ തീരസമതലത്തിനെ രണ്ടായിട്ട് തിരിച്ചു, കോറമാൻഡൽ തീരവും വടക്കൻ സിർക്കാസസും. അതുപോലെ തന്നെ പടിഞ്ഞാറൻ തീരസമതലത്തിനെ മൂന്നായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം. ഗുജറാത്ത് തീരം എന്ന് പറഞ്ഞാൽ ഗുജറാത്തിന്റെ തീരപ്രദേശമാണ്, ഓർത്തിരിക്കുക. അത് റാൻ ഓഫ് കച്ചിനും ഗൾഫ് ഓഫ് കാമ്പാറിനും ഇടയ്ക്കാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി കൊങ്കൺ തീരം എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്ര, ഗോവ, കർണാടകത്തിന്റെ വടക്കൻ തീരപ്രദേശമാണ് കൊങ്കൺ തീരം എന്നറിയപ്പെടുന്നത്. മലബാർ തീരം എന്ന് പറയുന്നത് കർണാടകത്തിന്റെ തെക്കൻ തീരവും കേരളത്തിന്റെ തീരപ്രദേശവും ഉൾപ്പെടുന്നതാണ് മലബാർ തീരം. ലഗൂണുകൾ കാണപ്പെടുന്ന തീരപ്രദേശം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം മലബാർ തീരമാണ്. ലഗൂണുകൾ കാണപ്പെടുന്ന തീരപ്രദേശം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം മലബാർ തീരമാണ്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു പോയിന്റുമായിട്ട് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് ആറാമത്തെ ചോദ്യമാണ്. ഒഡീഷയിലെ കോരാപുട്ട് ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ടെൽ നദി ഏതു നദിയുടെ പോഷക നദിയാണ്? ഒഡീഷയിലെ കോരാപുട്ട് ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ടെൽ നദി ഏതു നദിയുടെ പോഷക നദിയാണ്? ഉത്തരം ഓപ്ഷൻ എ മഹാനദി. ഓപ്ഷൻ എ മഹാനദിയാണ് ഉത്തരം. അടുത്തത് ഏഴാമത്തെ ചോദ്യം. തിപ്പായ്മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ്? തിപ്പായ്മുഖ് ഡാം ഏതു രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഇന്ത്യ ബംഗ്ലാദേശ്. ഇന്ത്യ ബംഗ്ലാദേശ്. എട്ടാമത്തെ ചോദ്യം. ഉത്തരമഹാസമതലത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഉത്തരമഹാസമതലത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി എക്കൽ മണ്ണ്. ഓപ്ഷൻ ബി എക്കൽ മണ്ണ്. ഒൻപതാമത്തെ ചോദ്യം. ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. ഉത്തരം ഓപ്ഷൻ ഡി ലിപുലേഖ് ചുരം. ഓപ്ഷൻ ഡി ലിപുലേഖ് ചുരം. ചുരങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഉയരമേറിയ പർവ്വതനിരകൾക്ക് കുറുകെ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ അത് മുറിച്ചു കടക്കുന്നതിന് അനുയോജ്യമായ രീതിയിൽ പ്രകൃതിദത്തമായിട്ടുള്ള വിടവുകളെയാണ് ചുരങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ചുരങ്ങളാണ് പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഖൈബർ ചുരം, പാകിസ്ഥാനിലെ ബോലൻ ചുരം എന്നിവ. ലാൻഡ് ഓഫ് പാസസ് എന്നറിയപ്പെടുന്നത് എന്താണ്? ലാൻഡ് ഓഫ് പാസസ് എന്നറിയപ്പെടുന്നത് ലഡാക്ക് ആണ്. ലാൻഡ് ഓഫ് പാസസ് എന്നറിയപ്പെടുന്നത് ലഡാക്ക് ആണ്. ഇനി പ്രധാനപ്പെട്ട ചില ചുരങ്ങളുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എക്സാമിന് മുന്നേ പഠിച്ചിരിക്കുക. സോജില ചുരം, ജമ്മു കാശ്മീരുള്ള സോജില ചുരം ശ്രീനഗറും കാർഗിലും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പഠിച്ച ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ലിപുലേഖ് ചുരം. ലിപുലേഖ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്.
ഇനി നാഥുല ചുരം സിക്കിമിലാണ്. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പാലക്കാട് ചുരം, കേരളത്തിലുള്ള പാലക്കാട് ചുരം പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ഇനി സത്ലജ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ചുരം ഏതാണ്? ഷിപ്കില ചുരമാണ്. അതുപോലെ തന്നെ സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്ന ചുരം നാഥുലയാണ്. സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്നത് നാഥുലയാണ്. ശ്രീനഗറും കാർഗിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം സോജില. ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും കുറച്ചേറെ ചുരങ്ങളുണ്ട്. എക്സാമിൻ്റെ സമയത്ത് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. 10ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ഡക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി. 11ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ്? ഇന്ത്യയുടെ തെക്കേ അറ്റം ഏതാണ്? ഓപ്ഷൻ സി, ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഓപ്ഷൻ സി, ഇന്ദിരാ പോയിന്റ്. 12ാമത്തെ ചോദ്യം. ട്രാൻസ് ഹിമാലയ പർവ്വതനിരയിൽ വരുന്നതും ഇന്ത്യയിൽ ഉൾപ്പെടുന്നതുമായ കൊടുമുടി. ട്രാൻസ് ഹിമാലയൻ പർവ്വതനിരയിൽ വരുന്നതും ഇന്ത്യയിൽ ഉൾപ്പെടുന്നതുമായ ഒരു കൊടുമുടി. ഉത്തരം ഓപ്ഷൻ സി, ഗോഡ്വിൻ ഓസ്റ്റിൻ. ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ് ഉത്തരം. 13ാമത്തെ ചോദ്യം. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചും ഭൂപടങ്ങളിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ. സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടങ്ങളിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, കോണ്ടൂർ രേഖ. ഓപ്ഷൻ ബി, കോണ്ടൂർ രേഖ. അടുത്തത് 14ാമത്തെ ചോദ്യം. ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച് മുംബൈയിൽ തിരിച്ചെത്തിയത് എന്ന്? ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച് മുംബൈയിൽ തിരിച്ചെത്തിയത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ സി, 2013 മാർച്ച് 31. 2013 മാർച്ച് 31. 15ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗങ്ങൾ ഏതെല്ലാമാണ്? താഴെ പറയുന്നവയിൽ ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? ബുഷ്മൻ, അതുപോലെ തന്നെ താരക്. ഓപ്ഷൻ ഡി ആണ് കറുപ്പിക്കേണ്ടത്. ഓപ്ഷൻ എ ആണ് കറുപ്പിക്കേണ്ടത്. 2ഉം 4ഉമാണ് ഉഷ്ണമേഖലയിലെ ഗോത്രവർഗങ്ങൾ. ഓപ്ഷൻ എ 2ഉം 4ഉം. 16ാമത്തെ ചോദ്യം. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശരേഖ ഏതാണ്? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശരേഖ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, 37 ഡിഗ്രി 30 നോർത്ത്. 37 ഡിഗ്രി 30 നോർത്ത് ആണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശരേഖ. അക്ഷാംശം എന്താണ്? ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യയാണ് അല്ലേ? ഭൂമധ്യരേഖയോടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റൻ നഗരം ചെന്നൈ ആണ്. ഭൂമധ്യരേഖയുടെ അക്ഷാംശം എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. നമ്മുടെ ഭൂമിയെ ഉത്തരാർദ്ധഗോളമെന്നും ദക്ഷിണാർദ്ധഗോളമെന്നും രണ്ടായിട്ട് തീർത്തിരിക്കുന്നത് ഈ ഭൂമധ്യരേഖയാണ്. ഓർത്തിരിക്കുക. പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അക്ഷാംശരേഖകളും രേഖാംശരേഖകളും ഒക്കെ നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പറഞ്ഞു രേഖാംശരേഖയെ പറ്റി പറഞ്ഞു. എന്താ രേഖാംശരേഖ? ഭൂമിയുടെ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് രേഖാംശരേഖ എന്ന് പറയുന്നത്. മൊത്തം 360 രേഖാംശരേഖകളാണ് ഉപയോഗിക്കുന്നത്. സമയം കണക്കാക്കാൻ നമ്മൾ രേഖാംശരേഖയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇന്ത്യയിലൂടെ കടന്നു പോകുന്നതാണ് ഉത്തരായന രേഖ. ഉത്തരായന രേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റൻ നഗരം ഏതാണ്? കൊൽക്കത്തയാണ്. ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ചോദ്യം 17ാമത്തെ ചോദ്യമാണ്. ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപം. ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപം. ഉത്തരം ഓപ്ഷൻ ബി, കരേവ. ഓപ്ഷൻ ബി, കരേവ. 18. ഇന്ത്യയിലെ ആദ്യ തുറമുഖ അധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം. ഇന്ത്യയിലെ ആദ്യ തുറമുഖ അധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം. ഉത്തരം ഓപ്ഷൻ ബി, വിശാഖപട്ടണം. ഓപ്ഷൻ ബി, വിശാഖപട്ടണം. 19ാമത്തെ ചോദ്യം. ഹിമാചൽ പ്രദേശ്, ടിബറ്റ്
എന്നീ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. ഹിമാചൽ പ്രദേശ്, ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. ഉത്തരം ഓപ്ഷൻ ഡി, ഷിപ്കില ചുരം. ഓപ്ഷൻ ഡി, ഷിപ്കില ചുരം. 20ാമത്തെ ചോദ്യം. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹം. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹം. ഉത്തരം ഓപ്ഷൻ എ, ലക്ഷദ്വീപ്. ഓപ്ഷൻ എ, ലക്ഷദ്വീപ്. 21ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം. ഓപ്ഷൻ എ, ഉത്തരമഹാസമതലം. ഓപ്ഷൻ എ, ഉത്തരമഹാസമതലം. 22. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ ബി, ജാർഖണ്ഡ്. ഓപ്ഷൻ ബി, ജാർഖണ്ഡ്. 23ാമത്തെ ചോദ്യം. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ഓപ്ഷൻ എ, തെന്മല. ഓപ്ഷൻ എ, തെന്മല. 24ാമത്തെ ചോദ്യം. സുന്ദരവനം എന്ന പേര് ലഭിക്കാൻ കാരണമായ കണ്ടൽച്ചെടി. സുന്ദരവനം എന്ന പേര് ലഭിക്കാൻ കാരണമായ കണ്ടൽച്ചെടി. ഓപ്ഷൻ ബി, സുന്ദരി കണ്ടൽ. 25ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ മെട്രോ ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ മെട്രോ ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി, കൊച്ചി. ഓപ്ഷൻ സി, കൊച്ചി. ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ മെട്രോ ആരംഭിച്ചത് എവിടെയാണ്? കൊച്ചി. 26ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ എ, സമതലങ്ങൾ. ഓപ്ഷൻ എ, സമതലങ്ങൾ. 27ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഉത്തരം ഓപ്ഷൻ ഡി, മൗണ്ട് കെ2. ഓപ്ഷൻ ഡി, മൗണ്ട് കെ2. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കെ2. 28ാമത്തെ ചോദ്യം. ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി. ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി. ഓപ്ഷൻ എ, ഡെക്കാൻ പീഠഭൂമി. ഏറ്റവും വലിയ പീഠഭൂമിയും ഡെക്കാൻ പീഠഭൂമിയാണ്. ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി എന്ന് ചോദിച്ചാലും ഉത്തരം ഡെക്കാൻ പീഠഭൂമി. 29ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കെ2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. ഉത്തരം ഓപ്ഷൻ ബി, കാരക്കോറം. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കെ2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. ഉത്തരം ഓപ്ഷൻ ബി, കാരക്കോറം. 30ാമത്തെ ചോദ്യം. 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, ഉപദ്വീപ്. ഓപ്ഷൻ ബി, ഉപദ്വീപ്. 31ാമത്തെ ചോദ്യം. വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, പ്രൊജക്ട് ഗ്രീൻ ഹൗസ്. ഓപ്ഷൻ ബി, പ്രൊജക്ട് ഗ്രീൻ ഗ്രാസ്. 32ാമത്തെ ചോദ്യം. ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം. ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, അഫ്ഗാനിസ്ഥാൻ. ഓപ്ഷൻ സി, അഫ്ഗാനിസ്ഥാൻ. 33ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പാദനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പാദനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. 34ാമത്തെ ചോദ്യം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം. ഉത്തരം ഓപ്ഷൻ ബി, ഉത്തരമഹാസമതലം. ഓപ്ഷൻ ബി, ഉത്തരമഹാസമതലം. 35ാമത്തെ ചോദ്യം. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏതാണ്? ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, നാഷണൽ വാട്ടർവേ 2. ദേശീയ ജലപാത 2 ആണ്. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത.
36-ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത ഓപ്ഷൻ ബി NH-44. NH-44 ആണ് ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത. 37-ാമത്തെ ചോദ്യം. പശ്ചിമഘട്ടത്തിൽ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? പശ്ചിമഘട്ടത്തിൽ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? ഉത്തരം ഓപ്ഷൻ സി കാവേരി. ഓപ്ഷൻ സി കാവേരി. 38-ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി കനാൽ. ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി കനാൽ. 39-ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലിപ്പം കൂടിയത് ഏതാണ്? ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലിപ്പം കൂടിയ പീഠഭൂമി ഓപ്ഷൻ സി ഡെക്കാൻ പീഠഭൂമി. 40-ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ശീതമരുഭൂമി ഏതാണ്? ഇന്ത്യയിലെ ശീതമരുഭൂമി ഏതാണ്? ഓപ്ഷൻ സി ലഡാക്ക്. ഇന്ത്യയിലെ ശീതമരുഭൂമി എന്നറിയപ്പെടുന്നത് ലഡാക്കാണ്. അടുത്തത് 41-ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീദ്വീപ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി മാഞ്ചുലി. ഓപ്ഷൻ ഡി മാഞ്ചുലി. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീദ്വീപാണ് മാഞ്ചുലി. 42-ാമത്തെ ചോദ്യം. 3 അയൽരാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം. 3 അയൽരാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ എ പശ്ചിമ ബംഗാൾ. ഓപ്ഷൻ എ പശ്ചിമ ബംഗാൾ. 43-ാമത്തെ ചോദ്യം. ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഭൂപ്രദേശം. ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഭൂപ്രദേശം. ഉത്തരം ഓപ്ഷൻ സി ഇന്ദിരാ പോയിന്റ്. ഓപ്ഷൻ സി ഇന്ദിരാ പോയിന്റ്. ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഭൂപ്രദേശമാണ് ഇന്ദിരാ പോയിന്റ്. 44-ാമത്തെ ചോദ്യം. ജാരവ ആദിമ നിവാസികൾ വസിക്കുന്ന സ്ഥലം. ഉത്തരം ഓപ്ഷൻ ബി നോർത്ത് സെന്റിനറി ദ്വീപ്. ഓപ്ഷൻ ബി നോർത്ത് സെന്റിനറി ദ്വീപിലാണ് ജാരവ ആദിമ നിവാസികൾ വസിക്കുന്നത്. 45-ാമത്തെ ചോദ്യം. ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ മധ്യപ്രദേശ്. ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ്. 46-ാമത്തെ ചോദ്യം. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര. ഉത്തരം ഓപ്ഷൻ ഡി പൂർവഘട്ടം. ഓപ്ഷൻ ഡി പൂർവഘട്ടം. 47-ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ശൈത്യകാലം ഏതാണ്? ഇന്ത്യയിലെ ശൈത്യകാലം ഓപ്ഷൻ എ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഇന്ത്യയിലെ ശൈത്യകാലം. ഇന്ത്യയിലെ ശൈത്യകാലം ഏതാണ്? ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. അടുത്തത് 48-ാമത്തെ ചോദ്യമാണ്. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? ഓപ്ഷൻ സി നർമ്മദ. ഓപ്ഷൻ സി നർമ്മദ. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദിയാണ് നർമ്മദ. 49-ാമത്തെ ചോദ്യം. കാൽ ബൈശാഖി എന്നാൽ എന്താണ്? കാൽ ബൈശാഖി എന്നതെന്താണ്? ഒരു കാറ്റാണ്. ഓപ്ഷൻ എ കാറ്റ്. 50-ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഇരുമ്പുരുക്ക് വ്യവസായം. ഓപ്ഷൻ ബി ഇരുമ്പുരുക്ക് വ്യവസായം. ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഇരുമ്പുരുക്ക് വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉറപ്പായും എക്സാമിന് പ്രതീക്ഷിക്കാം. ഉറപ്പായിട്ടും ആ ഭാഗം ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള LGS ലെവലിൽ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഓരോ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകൾ, അതായത് മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളും നമ്മൾ പറഞ്ഞു പോകുന്നതായിരിക്കും. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ് ഉണ്ടായിരിക്കും. അതുപോലെ എക്സാമിന് മുന്നേ നമുക്ക് മാക്സിമം പോർഷൻസ് ഇതുപോലെ റിവിഷൻ ചെയ്ത് പോകേണ്ടതുണ്ട്.
അപ്പം ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് ഇടാം. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക്